അതുപോലെ അത്ര സിമ്പിളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ പാഷനേറ്റ് ചെയ്ത് കുറച്ചും കൂടെ പാഷനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് അത്ര ഒരു ജോലി ചെയ്യുന്ന ഫീലിംഗ് ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനത്തെ ഒരു പാഷൻ എനിക്ക് ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയാൻ പാടില്ല. ഈ ജോലി നിർത്തിയിട്ട് നമുക്ക് പാഷനായിട്ടുള്ള എന്ത് കാര്യം ചെയ്യാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കുന്തവും എനിക്കില്ല ഗൈസ്. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. വല്ല പടം വരക്കാൻ കഴിവുണ്ടോ? ഇല്ല. വല്ല തയ്ക്കാൻ കഴിവുണ്ടോ? ഇല്ല. വല്ല കുക്ക് ചെയ്യാൻ കഴിവുണ്ടോ? ഇല്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ന്യൂജൻ കിഡ്സ് അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ കുട്ടികളൊക്കെ ചെയ്യണ കാര്യങ്ങളൊക്കെ കാണുമ്പോഴേക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് മാത്രമല്ല, ഇവരൊക്കെ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഓരോ കാര്യം ചെയ്യുമ്പോഴും എന്ത് വേണം എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് പിള്ളേർ. പിന്നെ അവർക്ക് തന്നെ ഒരു എയിം ഉണ്ട്. പക്ഷെ എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടാന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല കേട്ടോ. പിന്നെ ഞാൻ അത്ര കിളവനൊന്നും അല്ല, എന്നാലും ഞാൻ എന്നാലും കുറച്ച് ഞാനൊരു 90 കിഡ് ആയതുകൊണ്ട് കുറച്ച് പഴയതാണല്ലോ. വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിട്ട് എടുത്തതല്ല കേട്ടോ എഞ്ചിനീയറിംഗ്. കെമിസ്ട്രി ഇല്ലാത്ത ഏത് സബ്ജക്ട് എടുക്കും നോക്കിയപ്പോഴാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ല കെമിസ്ട്രി ഇല്ലെന്ന് മനസ്സിലായത്. കാരണം +2 കഷ്ടപ്പെട്ടാണ് ഞാൻ കെമിസ്ട്രി പഠിച്ചത്. എങ്ങനെയാണത് പാസ്സായതെന്ന് എനിക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല. എന്തോ ആ പേപ്പർ നോക്കിയ ഒരു സാറിന്റെ അനുഗ്രഹം കൊണ്ടാണ് ആ കെമിസ്ട്രി എക്സാം ഞാൻ പാസ്സായെന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കണം. അത് കഴിഞ്ഞ് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ കുറെ നാളെ ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചെങ്കിലും ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവും എനിക്ക് അറിയാൻ പാടില്ല. കുറെ കാണാപ്പാടം പഠിച്ച എക്സാം എഴുതിയെന്നല്ലാണ്ട് ഇതൊക്കെ എവിടെയാണ് പ്രാക്ടിക്കലി ആപ്ലിക്കബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടാത്തൊരു അവസ്ഥയിൽ കൂടെയാണ് ഞാൻ കടന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും പലവരും അറിയാൻ പാടില്ല. ഈ മാത്സിൽ തന്നെ ഇന്റഗ്രേഷനും അതുപോലെ ട്രിഗ്നോമെട്രി ഒക്കെ പഠിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ ഒരു വർക്ക് ലൈഫിൽ കൂടി ഞാൻ അങ്ങനത്രയും ഫോർമുലാസ് അപ്ലൈ ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നിട്ടില്ല. ചിലപ്പോൾ വരുമായിരിക്കും, പറയാൻ പറ്റില്ല കേട്ടോ. എന്തായാലും ഇന്റഗ്രേഷനൊക്കെ യൂസ് ചെയ്ത് ഞാനൊരു ജോലിയിൽ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. ഇതൊക്കെ പഠിപ്പിക്കുന്ന കാലഘട്ടം മുതലേ ഞാൻ ചിന്തിക്കുന്നതാണ് ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നത്, ഇതൊക്കെ എവിടെയാണ് ഉപയോഗിക്കണതെന്ന്. പക്ഷെ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഈ സയന്റിസ്റ്റ് ഒക്കെ ഇന്റഗ്രേഷൻ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടേക്കണത്. എനിക്ക് വലിയ നോളജ് ഇല്ല. നമുക്ക് വലിയ അറിവില്ലാത്ത കാര്യങ്ങൾ വളരെ ജ്ഞാനമുള്ള ആൾക്കാരെ പോലെ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയണില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെയൊക്കെ കോളേജ് ലൈഫിൽ വേറെ എന്ത് പഠിപ്പിച്ചില്ലെങ്കിലും മസ്റ്റായിട്ട് പഠിപ്പിക്കേണ്ട കാര്യമാണ് എക്സൽ പഠിപ്പിക്കാണ്ട് നമ്മളെ കോളേജിൽ നിന്ന് വിട്ട് തന്നെ വലിയൊരു ദുരന്തം ഉണ്ട്. ഞാനൊക്കെ വന്ന് ഫസ്റ്റ് ഇയറിൽ തന്നെ, അതായത് ജോലിക്ക് കയറി ഫസ്റ്റ് ഇയറിൽ തന്നെ ഉപയോഗിക്കാൻ തുടങ്ങണം എക്സലിന്റെ ആദ്യ പാഠങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയത് തന്നെ നമ്മൾ പഠിച്ചിറങ്ങി കഴിഞ്ഞ് ജോലിക്കൊക്കെ കയറി കഴിഞ്ഞപ്പോഴാണ്. അപ്പോഴാണ് മനസ്സിലായത് എക്സലാണ് ഏറ്റവും വലിയ സാധനം. അല്ലെങ്കിൽ എക്സൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോലും പിടിച്ചിരിക്കാട്ടോ. അതിപ്പോൾ എത്ര വലിയ കമ്പനിയാണെന്ന് പറഞ്ഞാലും എക്സൽ നിങ്ങൾക്ക് അറിയാമോ, നിങ്ങൾ അടുത്ത രാജാവായിരിക്കോട്ടെ. എക്സൽ അഡ്വാൻസ്ഡ് ആണെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ മുതിർന്ന രാജാവായിരിക്കും നിങ്ങൾ. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ്റെ രാജാവാണ് കേട്ടോ ഞാൻ. കാരണം അവിടെയുള്ളവർ വെച്ച് കമ്പയർ നേരത്ത് കുറച്ചെങ്കിലും എക്സലിൽ നോളജ് ഉള്ളത് എനിക്കാണ്. അപ്പോൾ കുറച്ച് രാജാവാണ് ഞാൻ.